ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും ഒരു കാർ പാർക്കിങ്ങിൻ്റെ എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ആഫ്റ്റർ വൺ ഡേ, ഒരു ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ 3 പേരുണ്ട് ഗൈസ് ട്രിപ്പ് പോകാൻ. ഞാൻ എന്തായാലും ഡിഫൻഡറും കാര്യമൊക്കെ എടുത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഡിഫൻഡറാണ് ഞാൻ ഗിവ് അവേ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേണ്ട, ഡിഫൻഡർ വേണ്ട, നിങ്ങൾക്ക് വേറൊരു വണ്ടി ഗിവ് അവേ തരാമെന്ന് വിചാരിച്ചത്. സെപ്പറേറ്റ് പറയാം. ഓക്കെ, നമ്മളെ കൂടെ വേറെ നമ്മളെ പജേറുണ്ട്. പജേറ ഞാൻ തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്തിരുന്നത് നമ്മളെ ക്രിസ്റ്റിക്ക് ബ്യൂക്ക് സ്റ്റാറിന്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാൻ. ഞാൻ എന്തായാലും ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മളെ വാളയാർ പരമശിവൻ, അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ്. ബ്രോ ഇപ്പം തൊട്ടാണ് വന്നത്. ഗെയിമൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് കളിക്കുക തന്നെയാണ്. നമ്മളെ കൂടെ വീഡിയോയ്ക്ക് ഇപ്പോഴാണ് വരണത്. അപ്പോൾ പുള്ളിയൊരു മോഡിഫൈഡ് റാപ്റ്റർ, കിണ്ണങ്ങച്ച റാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 ലെജൻസും കൂടി ഇന്ന് ഒരു ടൈറ്റാനിക് നമ്മളെ മൗണ്ടൈൻ്റെ സൈഡിൽ പാറയിൽ ഇടിച്ച് നിൽപ്പുണ്ടെന്ന് നമുക്കൊരു നമ്മളെ റേസ് ട്രാക്കിൻ്റെ അടുത്ത് ഇടിച്ച് കയറിയിട്ടുണ്ട്. നമുക്കൊരു ഇത് കിട്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണാൻ പോവുകയാണ്. എന്തായാലും നമ്മളെ റാപ്റ്റർ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ആക്കാം. ഗൈസ്, വീഡിയോയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്കോഡ് സെർവർ കാര്യമൊക്കെ പരിചയപ്പെടുത്തുക. ഇതാണ് ഷിൻട്രേഡ് ഓട്ടോമോട്ടീവ്സ്. ഇങ്ങനെയൊക്കെ നമ്മളെ ഓട്ടോമോട്ടീവ്സാണ്. ഇതിൻ്റെ അകത്ത് കാർസ് വാങ്ങാം, മോഡിഫിക്കേഷൻ ചെയ്യാം, സെല്ല് ചെയ്യാം, അങ്ങനെ കുറേ ഉണ്ട്. എന്ത് വേണം നിങ്ങൾക്ക്. എൻ്റെ അകത്ത് പെർമിഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടവർക്ക് വീഡിയോസൊക്കെ വരണ എല്ലാവർക്കും എൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. നല്ല ലിങ്ക് കാര്യമൊക്കെ നമ്മളെ ഈ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു IP കോഡ് കാണും, ഒരു നമ്പർ. ആ നമ്പർ ഡിസ്കോഡിൽ ചെന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളിതിൽ ജോയിൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് ഫുൾ ഫ്രീ ആണ് ജോയിൻ ചെയ്യാനായിട്ട്. ലിങ്കൊക്കെ ഞാൻ കമ്പോസിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം പറ്റുന്ന എല്ലാവരും കയറാൻ ശ്രമിക്കുക. നമ്മളിവിടെ കളിക്കാൻ വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും കയറാൻ നോക്കാം. നിങ്ങൾ നേരെ വീഡിയോ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ അവൻ വന്നിട്ടുണ്ട്. റാപ്റ്റർ നമ്മളെ വാളയാർ പെട്രോൾ അടിച്ചിട്ട് വന്നു. അവൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ക്രിസ്റ്റി ബാക്കിൽ നിൽപ്പുണ്ട്. എന്തായാലും വേണ്ടേ, ഇവനോട് നിൽപ്പുണ്ട്. ഓക്കെ, എടാ നമ്മൾ പോണേ. ശരി, ഓക്കെ, അവൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അവന്മാർ പിറകെ വരുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പറപ്പിക്കാം ഗൈസ്, പറപ്പിക്കും. ഇവിടെ വളവുണ്ട്. ഇവിടെ നിന്ന് തിരിഞ്ഞ് സൈഡിലോട്ട് പോകാം. ഓക്കെ, നോക്കി തിരിയും. അവന്മാർ വഴി മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ബാക്കിലുണ്ടാകും, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, രണ്ടുപേരും ബാക്കിലുണ്ട്. എടാ ക്രിസ്റ്റി, ഏതാ ഡോറൊക്കെ തുറന്ന് കാല് വെളിയിലൊക്കെ ഇട്ട് വണ്ടി ഓട്ടിച്ച് പറഞ്ഞു. കാല് വെളിയിട്ട് വെക്കരുത്, വണ്ടി ഓട്ടിക്കണം. ഒരു കാലൊക്കെ വെളിയിട്ട്. എന്തോ ക്രിസ്റ്റി പ്രൊഫഷണൽ പ്രോ റൈഡറാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. മൗണ്ടൈനുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനി 10 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. 16 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. കറക്റ്റ് കിലോമീറ്റർ ഓർമ്മയില്ല. അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ എന്തായാലും 2x സ്പീഡൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് നമ്മൾ റോഡ് ടു ഫസ്റ്റ് 50 ആണ്. ഇപ്പോൾ 50 അടിച്ചാൽ നമ്മൾക്ക് ഒരു ഗിവ് അവേ കാര്യങ്ങൾക്ക് ഉണ്ട്. 50 അടിച്ചാൽ നമ്മൾ നോർമൽ കാർ ഗിവ് അവേ. 100 അടിച്ചാൽ നമ്മൾ ഒരു ജി വാഗനാണ് കേസ് കൊടുക്കുന്നത്. ഒരു 6 വീൽ ജി വാഗനാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യണം. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. നമ്മൾ ആ ഒരു ജി വാഗനാണ് ഗിവ് അവേ കൊടുക്കുന്നത്. 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഷെയർ ചെയ്ത് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ ആ ഒരു 6 വീൽ ജി വാഗൻ നിങ്ങൾക്ക് തരുന്നതാണ്. എന്തായാലും നമ്മൾ കുറേ ക്ലിപ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മൗണ്ടൈൻ എത്തി. ഇവിടെ എവിടെയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വഴി കണ്ടറിയാം. ഇങ്ങോട്ടൊരു റൈറ്റാ. കിട്ടി ഇവിടെ തന്നെ. ഓക്കെ, അവന്മാർ വന്നു. ഓക്കെ, 2 പേരും വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ചലഞ്ച് ഒന്നുമില്ലല്ലോ, നമ്മൾ ടാസ്ക് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞിട്ടൊരു സെയിം ടാസ്ക് തന്നെയാണ്. നമ്മളെ ഈ ഒരു ഡിഫൻഡറിൻ്റെ നമ്പർ പ്ലേറ്റ് ദുബായ് റേറ്റ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഗസ് ചെയ്ത് താഴെ കമൻറ്റ്. കറക്റ്റായിട്ട് ഇടുന്ന ആൾക്ക് നമ്മൾ ഇൻ ഗെയിമിൽ 3 ലാക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മളെ ബ്യൂക്കിന് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ വെയിറ്റ് ആക്കാൻ പറഞ്ഞു. നമ്മളെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ആക്കി നോക്കാം. അവൻ പറഞ്ഞ വരെ. അവൻ ഇന്നെങ്ങാനെങ്കിലും വരുമോ എന്തോ ഗെയിമിനെന്തോ ബഗ് അടിച്ച് നിൽക്കുകയാണെന്നാണ് പറയണത്. നമ്മൾ ഡിഫൻഡർ കിടിലൻ ലുക്കല്ലേ. ഈ ഡിഫൻഡറാണ് ഞാൻ ആദ്യം ഗിവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മാറ്റി 6 വീൽ ജി വാഗനാക്കി. എന്തായാലും അവൻ വരുമെന്തോ, അവനെ കാണില്ല. നമ്മൾ കുറേ നേരം അവനെ വെയിറ്റ് ചെയ്തിട്ട് അവനെ കണ്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. അവൻ വന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ അവിടെ എത്തി ക്ലിപ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വന്നു. പക്ഷെ അവൻ പറഞ്ഞതിൻ്റെ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
ഓക്കെ. ഓ വണ്ടി ഇവിടെ ഇടിച്ച്. ഇവൻ എന്തിനാണ് എൻ്റെ മൂട്ടി കൊണ്ട് ഇടിച്ച് നിർത്തിയാണ്? വണ്ടി എടുക്കടാ ബാക്കിലോട്ട്. ഇവൻ എൻ്റെ മൂട്ടി വന്ന് കുത്തിയിരിക്കുന്നത്. എന്തിനാവട്ടെ, നമുക്ക് എന്തായാലും ഡിഫൻഡർ ഇപ്പോൾ ഒരു ഓഫ് റോഡ് ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വീണ്ടും എടുത്തോണ്ടാൽ തെന്നി അടിച്ച് മരത്തിൽ പേടിച്ചിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോട്ടെ. ഓക്കെ, നമ്മളിവിടുന്ന് പോകണം. ഇവിടുന്ന് റൈറ്റിൽ ഏതോ ടേൺ ഉണ്ട്. ഗൈസ് ഇവിടുന്ന് നോക്കിയാലേ കാണാം. അതുകൊണ്ട് സൈഡ് കാണാം. അതിൻ്റെ എന്താ പറയുക, ഷിപ്പിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ റേസിംഗ് ട്രാക്കാണ്. ഡേറ്റ് ബൈക്കും കാർസ് ഉണ്ടെന്നാണ്. ഡേറ്റ് ബൈക്കിൻ്റെ ഒക്കെ റേസിംഗ് ട്രാക്കും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ എൻ്റെ സൈഡിലാണ് ഞാൻ ടൈറ്റാനിക് ഇടിച്ച് കയറ്റിയത്. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. അവൻ പറയുക വരുന്നുണ്ടോ? റാപ്പിഡൊക്കെ ഏതാ ലുക്കായിട്ട് ഇറങ്ങുന്നത് എൻ്റെ പൊന്നോ. ഇവിടെ നമ്മളെ പജാറും കൂടി വേണം. നമ്മൾ 3 ലെജൻസും എന്താ പറയുക, ഡിഫൻഡർ, റാപ്റ്റർ, പജാറോ 3 ലെജൻസും കൂടി ഇവിടെയൊക്കെ ഈ മണലിൽ കടന്ന് പറക്കണൊക്കെ ക്ലിപ്പൊക്കെ എടുക്കണം. ഏതാ റേഞ്ച്. എന്തായാലും നിർഭാവശാൽ അവന് വരാൻ പറ്റിയില്ല. പകുതി വെച്ച് പോയി. അവൻ തിരിച്ച് വന്നായിരുന്നു. അതിൽ നമ്മളിവിടെ കറക്റ്റ് ഡ്രിഫ്റ്റൊക്കെ അടിച്ചു. അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വണ്ടി ചെളിയായ പണിയാവും. കഴുകി ഇറക്കേണ്ടി വരും. എൻ്റെത് ഒരുപാടാവില്ല, കറുപ്പാണ്. റാപ്റ്ററിൻ്റെ എന്തായാലും ആവും. വെള്ള കളറാണ് വണ്ടി. ഇതേ കിടക്കുന്ന ഷിപ്പ് എൻ്റെ പൊന്നോ ഇടിച്ചും. ആർക്കും ഇവിടെ എന്താ ട്രാക്കിൽ നിന്ന് ആർക്കും പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഈ ഷിപ്പ് ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചെന്നാണ് പറഞ്ഞത്. കാർഗോ ഒക്കെ കൊണ്ടുവന്നെയാണ്. ഇവിടെ കയറാൻ പറ്റില്ല. നമ്മൾ ഒരെണ്ണം ഇടിച്ച് പൊളിച്ചു. ഓക്കെ, അപ്പുറത്തേയും കൂടി ഇടിച്ച് പൊളിച്ചാലേ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് അപ്പുറത്തേയും കൂടി ഇടിച്ച് പൊളിച്ചാവും. ഓക്കെ, അതും ഇടിച്ച് പൊളിച്ചു. നമുക്കിനി നോക്കി ഇറങ്ങണം, ഇല്ലെങ്കിൽ തറയെ കിടക്കും. നമ്മൾ പിന്നെ പ്രൊഫഷണലാണല്ലോ പണ്ട്. നേരെ പോയോ. അങ്ങനെ നമ്മൾ താഴെ പോയി കുറച്ച് ട്രൈക്ക് ശേഷം വെള്ളത്തിൽ പോടാ അടുത്ത അയ്യോ അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം അവർ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. നമ്മൾ പിന്നെ വണ്ടി അവിടെ കൊണ്ട് പാർക്കാക്കി. അവനെന്നെങ്ങാണെങ്കിൽ വരൂ. അത്രേ ഉള്ളൂ. ഓക്കെ, കയറി ഗൈസ്, കയറി. ആഫ്റ്റർ എ ലോങ് ടൈം കയറ്റി. ഏതാ അത് കിടില ഷോട്ടായിരുന്നു. ഞാൻ വന്നപ്പം കൊള്ളാം. നമ്മളെ ഡിഫൻഡർ ചോര നോക്കിയ സൈഡിൽ നോക്കി വണ്ടിയുടെ സൈഡിൽ ചുമരിൻ്റെ ചോര ഉണ്ടോ? എൻ്റെ പൊന്നത്. റാപ്റ്ററും ഡിഫൻഡറും കിടക്കാൻ ഏതാ ലുക്കല്ലേ. രണ്ടുമണിയും കീട്ടിലായിട്ട് കിടക്കണം. സെറ്റപ്പ് ലുക്ക്. ഓക്കെ, നമ്മളെ വണ്ടി തബ്നയിലൊക്കെ എടുത്തെടുത്ത് വന്നപ്പോൾ വണ്ടി ചിറകി ഇങ്ങ് താഴോട്ട് വന്ന്. അപ്പോൾ വാളയാറ് അവിടെ വെള്ളത്തിൽ നീന്താൻ പോയി. നമുക്ക് എന്തായാലും ഇവിടെ മൊത്തം ചോര, മേളിലും താഴെ മൊത്തം ചോര. ഓക്കെ, അവിടെ റൂമുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി പോകാൻ പറ്റും. നോക്കാം. ഓക്കെ, നമ്മളെ പറ്റിച്ചാണ്. ഇവിടെ സ്റ്റെപ്പ് വഴി കയറാൻ പറ്റില്ല. എന്തായാലും അങ്ങോട്ടല്ലേ പോയിട്ട് അല്ലെങ്കിൽ വേണ്ട ഈശ് നമുക്ക് കാർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ചാടാം. ഈശ് അങ്ങനെ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നു. കാർ എടുക്കണം. റാപ്റ്ററോടെ കിടപ്പം നമ്മൾ കാർ എടുത്തിട്ടുണ്ട്. ചാടാ മോനെ. ഡിഫൻഡർ ഏതാ സാധനം. നമ്മൾ ചാടി കയറിയിട്ടുണ്ട്. നമ്മളെ റാപ്റ്ററും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും അവിടെ അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് റാപ്റ്റർ പോയി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എത്രയും കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ റോഡ് ടു 100 ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. പിന്നെ നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ടാന്ന് ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഗീവ് അവേ സൂണാണ്. അപ്പോൾ വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.